സ്റ്റേഡിയത്തിൽ എംബാപ്പയും ഹാളൻഡും തമ്മിലുള്ള പോരാട്ടം കാണാൻ കാത്തിരുന്ന ലോകത്തിന് മുൻപിൽ താൻ ആരുടെയും നിഴലിലല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡെംബല്ലയുടെ വമ്പൻ താണ്ഡവം. നോർവേക്കെതിരായ മത്സരത്തിൽ ഹാളൻഡിന് വിശ്രമം അനുവദിച്ചപ്പോൾ ഫ്രാൻസ് എന്നാൽ എംബാപ്പെ മാത്രമല്ലെന്ന് തെളിയിച്ച് വെറും 32 മിനിറ്റുകൾക്കുള്ളിലാണ് ഡെംബല്ലെ വിശ്വവേദിയിൽ തകർപ്പൻ ഹാട്രിക് സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ എംബാപ്പയുടെ പാസിൽ നിന്നും 3 പ്രതിരോധ താരങ്ങളെ വെട്ടിച്ച് വലങ്കാലൻ ഷോട്ടിലൂടെ ഡെംബല്ലെ ആദ്യ ഗോൾ നേടി. കൃത്യം 13 മിനിറ്റുകൾക്കപ്പുറം ഒലീസയും എംബാപ്പയും മെനഞ്ഞ നീക്കത്തിനൊടുവിൽ 4 പ്രതിരോധ താരങ്ങളെ കാഴ്ചക്കാരാക്കി ഇടങ്കാൽ ഷോട്ടിലൂടെ താരം രണ്ടാമത്തെ ഗോളും പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് എത്തിച്ചു. തുടർന്ന് കളിയിലെ ഏറ്റവും മനോഹരമായ നിമിഷം പിറക്കുന്നത് 31-ാം മിനിറ്റിലാണ്. ഫ്രഞ്ച് ബോക്സിൽ നിന്ന് തുടങ്ങി 45 സെക്കൻഡിനിടയിൽ 10 ഫ്രഞ്ച് താരങ്ങളും ഒന്നിടവിട്ട് പന്ത് തൊട്ട് പൂർത്തിയാക്കിയ 17 പാസുകൾക്കൊടുവിലാണ്. ഫ്രഞ്ച് ബോക്സിൽ നിന്ന് തുടങ്ങി 45 സെക്കൻഡിനിടയിൽ 10 ഫ്രഞ്ച് താരങ്ങളും ഒന്നിടവിട്ട് പന്ത് തൊട്ട് പൂർത്തിയാക്കിയ 17 പാസുകൾക്കൊടുവിലാണ് ഔറേലിയൻ ബോക്സിന്റെ വലതു മൂലയിലേക്ക് പന്ത് എത്തിക്കുന്നത്. ആ സമയത്ത് ഗോളി ഉൾപ്പെടെ 11 നോർവേ താരങ്ങളും ഒരൊറ്റ ഫ്രെയിമിൽ പ്രതിരോധത്തിലുണ്ടായിരുന്നു. എന്നാൽ വെറും 3 സെക്കൻഡുകൾക്കുള്ളിൽ 3 ഷിഫ്റ്റിലൂടെ സ്പേസ് കണ്ടെത്തിയ ഡെംബല്ലയുടെ ഇടങ്കാലൻ ഷോട്ട് നോർവേ വലയെ പിടിച്ചുകുലുക്കി. 1958-ൽ ജസ്റ്റ് ഫോണ്ടെയിനും 2022-ൽ കീലിയൻ എംബാപ്പയും ചെയ്തതിനു ശേഷം ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഫ്രഞ്ച് താരമായി ഇതോടെ ഡെംബല്ലെ മാറി.